തിരുവല്ലയിലെ സ്പാ ബലാത്സംഗ കേസ് പോലീസിൽ ആഭ്യന്തര അന്വേഷണം. പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടകൾ സ്പായിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ ക്രൂരബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം തുടങ്ങി. പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് ഉന്നത നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന പോലീസുകാർ തിരുവല്ല സ്റ്റേഷനിൽ ഉണ്ടെന്നാണ് സംശയം. പോലീസുകാരിൽ ചിലർ സ്പാകളിൽ നിത്യസന്ദർശകരാണെന്നും വിവരമുണ്ട്. 6 പ്രതികളിൽ സുബിനും ബെർലിൻദാസും മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായത്. ഫെബ്രുവരി 1-നായിരുന്നു സംഭവം. കാപ്പ കേസ് പ്രതിയായ മരണസുബിൻ എന്ന സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളും പലതവണ സ്പായിലെത്തി ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ടിരുന്നു. 50,000 രൂപ നൽകണമെന്നായിരുന്നു ഭീഷണി. സ്പാ ഉടമ ആവശ്യം തള്ളിയതോടെ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി. പണം കിട്ടില്ലെന്ന് വന്നതോടെ ഫെബ്രുവരി 1-ാം തീയതി ഉച്ചയ്ക്ക് സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ വലിച്ചഴിച്ച് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. കഴുത്തിൽ കത്തിവെച്ച ശേഷം ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. സ്ഥാപനത്തിലുണ്ടായിരുന്ന 25,000 രൂപ കൈക്കലാക്കിയാണ് സുബിനും കൂട്ടാളികളും സ്ഥലം വിട്ടത്. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നായിരുന്നു ഗുണ്ടകളുടെ ഭീഷണി. കേസിൽ ഗുരുതരാരോപണവുമായി സ്പാ ഉടമ ഡോക്ടർ സഞ്ജയ് രംഗത്തെത്തി. സംഭവത്തിനു പിന്നിൽ കൊട്ടേഷനാണെന്നും കൊട്ടേഷൻ നൽകിയത് തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയാണെന്നും തന്റെ ബിസിനസ് തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഡോക്ടർ സഞ്ജയ് പറഞ്ഞു. മരണസുബിനും സംഘവും നടപ്പാക്കിയത് എതിർ ബിസിനസ് ഗ്രൂപ്പിന്റെ കൊട്ടേഷനാണെന്ന് സഞ്ജയ് ആരോപിക്കുന്നു. ഗുണ്ടാപ്പിരിവ് നൽകാത്തതിലുള്ള അതിക്രമമല്ല നടന്നതെന്നാണ് സഞ്ജയ് പറയുന്നത്. ഗുണ്ടാപ്പിരിവ് വിരോധം പോലീസിന്റെ കഥയാണെന്നും പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും പോലീസ് തന്റെ മൊഴി എടുത്തിട്ടില്ലെന്നും സഞ്ജയ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകം പരാതി നൽകും. ഇതിനിടെ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അതിജീവതയായ സ്പാ ജീവനക്കാരി രംഗത്തെത്തി. നടന്നത് കൊട്ടേഷനും ഗുണ്ടാപ്പിരിവുമാണെന്നും 50,000 രൂപ ആവശ്യപ്പെട്ടെന്നും അതിജീവത വെളിപ്പെടുത്തി. കൂടാതെ ക്രൂരപീഡനമാണ് താൻ നേരിട്ടതെന്നും കഴുത്തിൽ കത്തിവെച്ചാണ് ബലാത്സംഗം ചെയ്തതെന്നും അതിജീവത പറഞ്ഞു. ബലാത്സംഗത്തിന്റെ വീഡിയോ ഫോണിൽ മരണസുബിൻ ചിത്രീകരിച്ചു. സ്പായിൽ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. കസ്റ്റമറെ ഉപദ്രവിച്ച ശേഷം അയാൾക്കൊപ്പം കിടത്തിയും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. ഉന്നത സ്വാധീനമുണ്ടെന്നും ആരെയും ഭയമില്ലെന്നും മരണസുബിനടക്കം ഗുണ്ടകൾ പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തി. സ്പായിലെ തന്റെ സഹപ്രവർത്തകയും പീഡനത്തിന് ഒത്താശ ചെയ്തെന്നും അതിജീവത ആരോപിക്കുന്നു.